കുറച്ച് കൊച്ചികളുണ്ട് ഗൈസ്. അവിടെ നിന്നും ഇവിടെ നിന്നൊക്കെ പറന്ന് വരുന്നു. ഞാൻ എന്തായി ആപ്പാളെ വീഡിയോ എടുക്കാണ്ടിരുന്നതെന്ന് വെച്ചാൽ കണ്ട ഗൈസ്, ഇതുപോലെ ഒരു 100 കൂട്ടം ഉണ്ടാവും. ഇതൊക്കെ ചാടി കറക്കണം എന്നാണ് എനിക്ക് വീഡിയോ എടുക്കുന്നത്. ഇവിടെയാണെങ്കിൽ എൻ്റെ സഹായകരായിട്ടുള്ളൊരു അച്ഛൻ കൊയ്യേണ്ട കണ്ടങ്ങൾ ഇനി 2 കണ്ടവും കൂടി ഉണ്ട്, അങ്ങനെ എന്തൊക്കെയൊക്കെയോ പറയാൻ പോയിരിക്കും. അപ്പം ഞാൻ എന്തായാലും ചാടിക്കറക്കാൻ ഞാൻ പെട്ടൊരു പാട്. ചെറിയ കുഴി വീഡിയോയിൽ കാണുമ്പോൾ ചെറുതായിട്ടേ തോന്നുന്നു, പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മറിഞ്ഞുകൊണ്ട് ഇടയ്ക്ക് വീഡിയോ സ്ലിപ്പാവിടെ ഉണ്ടാവും. ഈ കൊച്ചികളുടെ കൂടെ നമുക്ക് നടക്കാൻ പറ്റും. എത്ര കൊച്ചികളാണ്! 1 2 3 എത്ര എനിക്കൊന്നും വേണം വയ്യ. എൻ്റെ മുത്തശ്ശൻ വന്നിരിക്കുകയാണ് ഗൈസ്. അവിടെ ചെറുതായിട്ട് നിൽക്കുന്നുണ്ട്. വീട് ഞാനിപ്പോൾ എവിടെയാണെന്ന് പറയാം, ഈ ചേർന്ന് ഞാൻ ഇറങ്ങിയിട്ടുണ്ട് ഗൈസ്. ഞാൻ ചാടുമ്പോൾ അറിയാണ്ട് ചെറിയ വീണ് പോയി തന്നെ ഗൈസ്. അതാണ് ഞാൻ എൻ്റെ വീഡിയോ കണ്ടിരുന്നത്. പിന്നെ മുഖമൊക്കെ കഴുകി സെറ്റാക്കിയപ്പോൾ നോക്കിയിട്ട് എൻ്റെ വീട്ടിലേക്ക് പറഞ്ഞയക്കുന്നത്. പിന്നെ ഞാൻ വീട്ടിൽ പോയിട്ട് ഉണ്ട് എന്നാണ് വിചാരം. പക്ഷേ എൻ്റെ അമ്മ അച്ഛൻ്റെ പക്ഷെ ഞാൻ വീട്ടിൽ പോയിട്ടില്ല ഗൈസ്. ഒരത്തിന് അവരറിയണ്ടേ ഞാനിന്ന് രാത്രിയാണ് ഈ വീഡിയോസൊക്കെ പോസ്റ്റ് ചെയ്തത്. കൊയ്ത്തൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കും കൂടെ പണിയാണ്. എൻ്റെ മുത്തശ്ശിയില് പണിക്കാർക്കൊക്കെ ചായ എടുത്ത് കൊടുക്കൂട്ടി അങ്ങനെ ഇങ്ങനെയാ പറയും. അപ്പം എൻ്റെ വേമ ഇവരൊക്കെ ജോലിക്ക് പോയിരിക്കും. സ്റ്റഡിയിലുള്ളപ്പോഴാണ് എപ്പോഴും ഇങ്ങനെ കണ്ടൊക്കെ കൊയ്യാറുണ്ട്. പക്ഷേ ഈ എക്സാമിൻ്റെ തലേ ദിവസം കൊയ്യില്ല. എക്സാം തുടങ്ങിയ 2 ദിവസം കഴിഞ്ഞിട്ടാണ് സാധാരണ കൊയ്യാറ്. ഒരു കൊക്കിൻ്റെ ആക്ഷൻ ആണ് ഈ കൊക്കിൻ്റെ അപ്പോഴേക്ക് ട്രാക്ടർ വന്ന വയസ്സിന് നമുക്ക് ട്രാക്ടറിൻ്റെ മണ്ടന് കൂടെ നമുക്ക് 4-3 വീഡിയോ ഇട്ടിക്കാം. നീ എൻ്റെ മുത്തപ്പനെ കണ്ടില്ല എന്ന് പറയണവർക്ക് ഇതാ അവിടെ നിൽക്കണുണ്ട്. അപ്പ കൈയും കാലുമൊക്കെ കാണിച്ച് ഉള്ളിലിടുന്ന ഇന്നർ ബനിയനും മുണ്ട് ഉടുക്കാണ്ട് തോർത്ത് മാത്രം ഉടുത്ത് കാലിൽ ചെരുപ്പില്ലാണ്ട് നിൽക്കണ അയാളാണ് എൻ്റെ മുത്തപ്പൻ. ഈ വീഡിയോയിൽ അയാൾ ഭയങ്കര ചെറുതായിട്ടാണ്, പക്ഷെ ഒരു 4 അടി പൊക്കം ഉണ്ടാവും. നേരത്തെ കാണും എൻ്റെ അച്ഛനും കട്ടിപ്പൊക്കെ എൻ്റെ മുത്തപ്പനാണ് ഗൈസ്. ട്രാക്ടറിൻ്റെ മണ്ടിയിലോട്ട് ഇനി നമ്മൾ വലിഞ്ഞ് കയറും ഗൈസ്. ഞാനാണ് എപ്പോഴും കയറുക, പ്രാവശ്യം എന്നെ കയറ്റുമെന്ന് അറിയില്ല. പണ്ടൊക്കെ ഞാൻ പറഞ്ഞാൽ അനുസരണയുള്ള കുട്ടിയായതുകൊണ്ട് തന്നെ വണ്ടിക്ക് നേരെയായ വഴി പറഞ്ഞു കൊടുക്കുകയായിരുന്നു പണ്ട്. പക്ഷേ ഇപ്പോൾ പുതിയ വണ്ടിയാണ്, ഞാൻ പറഞ്ഞു കൊടുക്കില്ല അതെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ അച്ഛൻ നിൽക്കുന്നത്. കാരണം എന്താണെന്നറിയോ, 3ാം ക്ലാസ് എത്തിയതിന് ശേഷം എല്ലാവർക്കും ഇല്ലേ എൻ്റെ അടുത്ത് എന്താണെന്നറിയില്ല, 3ാം ക്ലാസ് എത്തിയതിന് ശേഷം എന്നെ ആർക്കും വിശ്വാസമില്ല ഗൈസ്. അപ്പോൾ ട്രാക്ടറിൻ്റെ മുകളിൽ കൂടെ പോകണം. പിന്നെയും അതേ കുഴിയുടെ അടുത്തോട്ട് നമ്മൾ ഇറങ്ങിയിരിക്കാം. അപ്പുറത്ത് കൂടെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഗൈസ് എനിക്ക് ചാടിക്കിടക്കണം. കാണുമ്പോൾ ചെറുതായിട്ട് തോന്നും, പക്ഷേ ഈ അമ്മച്ചി കുഴി വീഴുന്നതാണ് അവിടെ നിന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത്. എന്ന് വെച്ചാൽ എൻ്റെ അച്ഛൻ എന്നെ അറിയാം ഞാൻ പോയിട്ടില്ലെന്ന്. അച്ഛൻ്റെ മുത്തപ്പനെ ആർക്കൊന്നും അറിയില്ലായിരുന്നു. എന്നിട്ട് അവിടെ നിൽക്കുന്നൊക്കെ പറഞ്ഞു കരയായിരുന്നു. അപ്പം അവിടെ എത്തി പന്നി കൊല്ലാൻ വേണ്ടി വെച്ച് തല ഇവിടെ എന്നെ കുടുക്കി ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ മണ്ടയിൽ വലിഞ്ഞ് കയറുന്ന വീഡിയോ ആക്കാം.